ഹലോ, നമുക്കിന്ന് ഈസി ആയിട്ടുള്ള ഒരു കടലക്കറി എങ്ങനെയാ വെക്കുക എന്ന് നോക്കിയാലോ. എല്ലാവർക്കും അറിയണ പോലെ തന്നെ എന്ത് ചെയ്യണം, കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം പിറ്റത്തെ ദിവസം രാവിലെ നമ്മൾ അത് എടുത്തിട്ട് കുക്കറിലിട്ട് ഒരു 5 to 6 വിസിൽ, അപ്പോഴേക്കും നമ്മുടെ കടല റെഡി ആയിരിക്കും. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് മസാല എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സബോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, തക്കാളി, വേപ്പില, ഇതൊക്കെ ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. അത് നമ്മളെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയാൽ മതി, വല്ലാണ്ട് മൂത്ത് പോകണ്ട. മൂത്ത് പോയി കഴിഞ്ഞാൽ കറിക്ക് അതിൻ്റെ രുചി കിട്ടില്ല. അതിനുശേഷം അതിലേക്ക് സബോള ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടിയിട്ട് നമ്മൾ മുളകും പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴഞ്ഞിട്ട് വരണ സമയത്ത് അവസാനമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. അവസാനമായിട്ട് ഇടാൻ പറയുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് മഞ്ഞൾപ്പൊടി ഇടുമ്പോഴാണ് കറിക്ക് അതിൻ്റെ രുചി കിട്ടുക. ഇതൊന്ന് വഴഞ്ഞിട്ട് വരുന്നത് നമ്മുടെ പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞ് ഒരു മണം വരുമല്ലോ. ആ മണം വരണ നേരത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കണ തക്കാളി കൂടി ചേർത്ത് നന്നായി വഴറ്റാം. തക്കാളിയുടെ ജ്യൂസൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കോട്ടെ കേട്ടോ. അതിനുശേഷം ആ മസാല നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടയിലേക്ക് ഇട്ട് ഇളക്കി ഉപ്പുണ്ടോ നോക്കുക. ഈ നേരത്തെ പാകത്തിന് എടുത്തിട്ട് ഒരു ഒറ്റ വിസിലൊന്ന് കുക്കറിലടിച്ചോട്ടെ. അപ്പോഴേക്കും നമ്മുടെ മസാലയും കടലയൊക്കെ കൂടി നന്നായി യോജിച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം അതൊരു പാനിലേക്ക് ഒഴിച്ച് എന്ത് ചെയ്യണം, ഇനി നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, തേങ്ങാപ്പാൽ ചേർക്കണം. ഈ തേങ്ങാപ്പാലിൽ കുറച്ച് പെരുംജീരകം ഇട്ട് അരച്ച് നോക്കുക കേട്ടോ. നല്ല രുചിയായിരിക്കും കറിക്ക്. ഈ തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ കറിയുടെ കളർ മാറുന്നത് കണ്ടോ. ഒരു പ്രത്യേക ടേസ്റ്റായി തേങ്ങാപ്പാലിന്. ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒരു ലേശം ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയായി നമ്മുടെ കറി. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം വെട്ടി തിളയ്ക്കണ്ട കേട്ടോ. ഒരു ചെറിയ തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാം, ഓഫാക്കാം. പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കിത് കഴിക്കാം. കറി ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ല നല്ല റെസിപ്പികളായിട്ട് ഞാൻ വരുന്നതായിരിക്കും.